ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ചിക്കൻ മാത്രം മാറ്റി വെച്ചിട്ട് വേറെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കുട്ടി വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയും ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ കൂട്ടിയിട്ട് ചതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് അതിൻ്റെ മസാല ഉണ്ടാക്കണം. ചിക്കൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. ഉച്ചക്കത്തെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം മസാല പക്ഷേ ഇല്ലായിരുന്നു. അപ്പോൾ മസാല നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകുന്ന ടൈമിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ട്രിക്കാണ്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടാണല്ലോ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവാള കുറഞ്ഞ വെളിച്ചെണ്ണയിൽ പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മളിതേ സവാള ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അത് തുറക്കുന്ന ടൈമിൽ ഇതാ സവാള ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും, വഴണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് സവാള ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികളെല്ലാം ഒരുമിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് ചിക്കൻ മസാല ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ചില ആൾ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയൊക്കെ ഇടുന്ന ടൈമിൽ ചിക്കൻ മസാല അവോയ്ഡ് ചെയ്യും. പക്ഷേ അതിന് ആ ഒരു ചിക്കൻ മസാലയ്ക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അത് ഇട്ടാൽ ഒരു സ്മെല്ല് കൂടെ ആദ്യം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ മസാല കൂടെ ഇട്ടിട്ടാണ് വെക്കൽ. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി തക്കാളിയാണ്. അപ്പോൾ ജസ്റ്റ് തക്കാളി കൂടെ ഉണ്ടായാലേ ആ ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തു. അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു ഉള്ളി വാട്ടുന്ന ടൈമിൽ തന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി കൂടെ ആ ഒരു പേസ്റ്റ് കൂടെ ആഡ് ചെയ്യും. പക്ഷേ ഞങ്ങളങ്ങനെ ഇടാറില്ല. നമ്മൾ ലാസ്റ്റ് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യും. കാരണം ആ ഒരു ടൈമിലാണ് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് അത് കുക്കാവണ്ട, ജസ്റ്റ് ഒരു ഇഞ്ചിയൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ആഡ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതാ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ്റെ സംഭവം ഉണ്ടായിരുന്നു. ചിക്കൻ മസാല തന്നെയായിരുന്നു. അപ്പോൾ മസാല ആക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെക്കുകയാണ്. അതെടുക്കുകയാണ്. എന്നിട്ട് അത് ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് കറിവേപ്പില എന്നോട് ഇടാൻ മറന്നു പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടെടുത്തിട്ട് ജസ്റ്റ് നമ്മളതൊന്ന് മൂടി വെച്ചു. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഇതൊക്കെ എല്ലൊന്നുമില്ലാത്ത കുറച്ച് പീസുകൾ വേണമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് പീസുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിങ്ങനെ ചെറിയ ചെറിയ നുറുക്കുകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് മസാലേൻ്റെ. കാരണം ചിക്കനൊക്കെ കുക്കായതാണല്ലോ, ഇനി കുക്കാവാനൊന്നുമില്ല. സോ നമ്മൾ ആ ഒരു ചിക്കനൊക്കെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ എരിവൊക്കെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. കാരണം മോന് എരിവ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഞാൻ ആദ്യമേ ഇലയൊക്കെ വറുത്തെടുത്തിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇല പരത്തിയിട്ട് അതിൽ നമ്മുടെ അട സെറ്റാക്കണം. അപ്പോൾ ഈ ഒരു അട ഞങ്ങൾ വീട്ടിലധികം ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ഇത് വൈകുന്നേരമാണ് ഉണ്ടാക്കുക. പക്ഷേ അതേസമയം ഇതൊരു നല്ല കട്ടിയുള്ള ഒരു ആഹാരം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അട എന്ന് പറയുന്ന സംഭവം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലത്തെ ആ ഒരു കൂടുതലായിട്ട് ഉണ്ടാക്കാറേ ഇല്ല. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാവിലെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ ഞാൻ ഇലയിലിങ്ങനെ ഇതേപോലെ ഉരുടകളാക്കിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 പരത്തുന്നതിൻ്റെ വീഡിയോ മാത്രമേ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളൂ. അധികം വീഡിയോസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഒരേ രീതിയിൽ തന്നെയാണല്ലോ പരത്തുന്നത്.
അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ വൈകുന്നേരമൊക്കെ ചായക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ പല ഇഷ്ടങ്ങളും ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ശീലം എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനിത് വിറകടുപ്പിലാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ആവിയിൽ കൊള്ളിക്കുന്നതായതുകൊണ്ട് തന്നെ കുറേ സമയം ഗ്യാസ് ഒത്തിരി വേസ്റ്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു വിറകടുപ്പിലാണ്. നമ്മൾ ഈ ഒരു ഗ്യാസിൽ വെച്ചാൽ ഒത്തിരി ഗ്യാസ് ചിലവാകും. അപ്പോൾ അതേസമയം നമ്മൾ വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗ്യാസ് ലാഭിക്കാം. കാരണം കുറേ സമയം ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വിറക് വേണമെങ്കിലും വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനായിരിക്കും, ഈശ്വര ഗ്യാസ് തീരുമല്ലോ, ഇത് വെന്തിട്ടുണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ വരും. പക്ഷേ അത് നമുക്ക് വിറകടുപ്പിൽ വെക്കുന്ന ടൈമിൽ ആ ഒരു ടെൻഷൻ ഇല്ല. നമുക്ക് കുറേ സമയം കത്തിച്ചാലും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ വൈകുന്നേരം ഞാൻ മിക്കതും ഉണ്ടാക്കൽ വിറകടുപ്പിലാണ്. പിന്നെ ജസ്റ്റ് ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ദോശയൊക്കെ ചുടുന്നുണ്ടെങ്കിൽ ഗ്യാസിൽ ചെയ്യും. അല്ലാതെ കാര്യങ്ങൾ നമ്മൾ അട ഉണ്ടാക്കുക, പിന്നെ ഇവിടെ ഉണ്ടാക്കാറുള്ള അട എന്ന് പറയുന്നത് പിന്നെ ഓട്ടടയാണ്. അപ്പോൾ ആ ഒരു ഓട്ടടയൊക്കെ ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ ഒരു അടയും ഞാൻ ഇനി വിറകടുപ്പിലാണ് വെക്കാൻ പോകുന്നത്. ഇതുപോലെ ഗ്യാസ് ലാഭിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എപ്പോഴും ആ ഒരു നമ്മൾ എളുപ്പപ്പണീനേക്കാളും നോക്കുക കാരണം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിറകടുപ്പിലാണ് കത്തിക്കുക. അപ്പോൾ ഇത് പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ആ ഒരു അടച്ചമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം വേകാനായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ജസ്റ്റ് വിറകടുപ്പിൽ വെക്കുന്നതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ഇതെന്തായാലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തീയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ഒരുപാട് ഉണ്ടല്ലോ, ഞാൻ ഏകദേശം ഒരു 10-12 എണ്ണത്തിൻ്റെ അടുത്ത് അട പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം വെന്ത് കിട്ടണമല്ലോ. അപ്പം ഫുള്ളായിട്ട് ആവി കൊള്ളിക്കേണ്ടതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-20 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ തന്നെ അടുപ്പാണല്ലോ, അപ്പോൾ നല്ലൊരു തീയിൽ തന്നെയായിരുന്നു ഇത് പൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് മൂടി അടപ്പൊക്കെ ഭയങ്കര സാഹസികമായിട്ട് തുറന്നു. അതിനടുപ്പൊക്കെ തുറന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇല ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് ആദ്യം പറ്റുന്നൊരു അബദ്ധം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഇല ചില സമയം ഒരു സൈഡ് അങ്ങനെ വാടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിക്കും അട വെന്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും കുറേ സമയം തീ ഇങ്ങനെ കത്തിക്കായിരുന്നു. സംഭവം അടയൊക്കെ വെന്തിട്ട് നീങ്ങിപ്പോയതായിരിക്കും, ഓക്കെ ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് ഞാൻ വിചാരിക്കും അത് വെന്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പിന്നെയും കുറേ സമയം കത്തിക്കും. പക്ഷേ ഇപ്പോൾ ചെയ്ത് എനിക്ക് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് നല്ല ആവി പറക്കുന്ന അടയാണ്. അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ വിട്ടുപോയതല്ല, കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പ്ലേറ്റിലൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.